പാലയൂർ സെന്റ് തോമസ് ചർച്ച് ഉം. അവിടെ കരോൾ ഗാനം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തിയത് സർക്കാരിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണെന്നുള്ള കുറേയധികം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെ. കാരണം ഇതിന് നേതൃത്വം നൽകിയ SI വിജിത്ത് അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല. ഉം. അദ്ദേഹത്തെ സർക്കാർ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു മാറ്റിയിരിക്കുകയാണ്. കുറച്ച് ദിവസത്തേക്ക് മാറി ലീവ് എടുത്ത് മാറുക എന്നുള്ളൊരു നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. തൃശ്ശൂരിൽ നിരവധി പള്ളികളുണ്ട്. എന്തുകൊണ്ട് ഈ പാലയൂർ സെന്റ് തോമസ് ചർച്ച് മാത്രം തിരഞ്ഞെടുത്ത് അവിടുത്തെ കരോൾ ഗാനം 9 മണിക്ക് ആരംഭിക്കാൻ പോകേണ്ടിയിരുന്ന കരോൾ ഗാനം നിർത്തലാക്കി? അത് പാടില്ല, ഉച്ചഭാഷിണികൾക്ക് വിലക്കേർപ്പെടുത്തി. ഇതൊക്കെ എന്തിനാണ്? ഈ പള്ളി മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അതായത് കേരളത്തിൽ കഴിഞ്ഞ ഈ ക്രിസ്മസ് രാത്രി നടന്ന കുറച്ച് കാര്യങ്ങൾ, ക്രിസ്മസ് രാത്രിയിലും അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ എടുത്ത് വിശദമായി പരിശോധിക്കണം. പാലക്കാട് കുട്ടികളുടെ കരോൾ തടഞ്ഞു എന്നതായിരുന്നു പ്രചാരണം. അതിപ്പോൾ പൊളിഞ്ഞു. കാരണം കരോൾ തടഞ്ഞിട്ടില്ലെന്നും അവിടെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും അവിടുത്തെ അധ്യാപകർ തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അതായത് പാലക്കാട് ഈ പറയുന്ന കുട്ടികളെ റാലി നടത്തിയപ്പോൾ അത് ചോദിക്കാൻ ചെന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ആ തർക്കത്തിൻ്റെ അവസാനം ഈ സർക്കാർ സ്കൂളിൽ ഇത്തരത്തിലൊരു സംഗതി നടത്തേണ്ടതില്ലായിരുന്നു എന്ന് അധ്യാപകർ പറയുന്നു. തിരിച്ച് അവർ പോകുന്നു. അതിനുശേഷം ഒരു ഇടത് സംഘടനാ നേതാവ് കയറി വന്ന് ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മാധ്യമങ്ങളെ അറിയിക്കുന്നു. മാധ്യമങ്ങൾ എപ്പോഴും കള്ളവാർത്ത കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആളുകളായതുകൊണ്ട് ഇതിനെ തല തിരിച്ചു കൊടുക്കുന്നു. ഇതെങ്ങനെ കൊടുത്താലും ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു വികാരത്തെ വ്രണപ്പെടുത്താൻ പെട്ടെന്ന് കഴിയും എന്നുള്ളത്. നേരായ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ വിവാദമാക്കണം എന്നില്ല. അതുകൊണ്ട് അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുന്നു, അത്രമാത്രം. അല്ലാതെ ഇവരുടെ ഭാഗമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ സ്നേഹ സന്ദേശ യാത്രകളൊക്കെ നടക്കുന്നു, DYFI യൂത്ത് കോൺഗ്രസ് ഒക്കെ ചേർന്നുകൊണ്ട് പാലക്കാട്. DYFI 2018 ഇത് കുറച്ചധികം കരോൾ സംഘത്തെ ആക്രമിച്ച വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അല്ല, അതൊക്കെ മതേതരത്വ ആക്രമണമാണ്, അതൊന്നും പ്രശ്നമില്ല. അപ്പം ഈ പറയുന്ന പാലയൂർ പള്ളി തൃശ്ശൂരിൽ എന്തുകൊണ്ട് ചാവക്കാട് ഭാഗത്ത് നിൽക്കുന്ന ഈ പാലയൂർ പള്ളിയിൽ തന്നെ കൃത്യമായി ഈ ഒരു സാധനം നടപ്പിലാക്കി എന്നത് നമ്മൾ ആദ്യം ആലോചിക്കണം. ഒന്ന്, സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വലിയ അജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചത്. പാലയൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ശിവക്ഷേത്രം നിലനിന്നിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ട് എന്നും ഒക്കെയുള്ള വാദഗതികൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് ഒരു തരത്തിലും പിടിക്കാത്ത ചില ആളുകളുണ്ട്. അത് സുഡാപ്പികളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, പിന്നെ ഈ പറയുന്ന CPM ഉണ്ട്, CPMൻ്റെ ആഭ്യന്തരത്തിലിരിക്കുന്ന ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെ ഒന്നില്ലാതാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ശോഭ കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ വലിയ നിരീക്ഷണത്തിലാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇവർ ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ സുരേഷ് ഗോപിയെ നിങ്ങളങ്ങ് ജയിപ്പിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നു, നിങ്ങൾ അദ്ദേഹത്തെ അങ്ങ് വിളിച്ചോ, എന്നാൽ അദ്ദേഹം വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടായോ, ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾ പരിഹരിക്കില്ലായിരുന്നോ എന്ന ഒരു നയമുണ്ടല്ലോ. ആ നയമാണ് ഇവരെല്ലായിടത്തും കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും, ഞങ്ങൾ വരും, ഞങ്ങൾ ഇടപെടും, ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും, ഞങ്ങൾ വരും, ഞങ്ങൾ പരിഹരിക്കും. ഈ ഒരു ലൈനാണ്. അപ്പോൾ അതേ ഒരു കളിയാണ് ഇവിടെ ഇവർ കളിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പാലയൂർ പള്ളിയിലെ ഈ തന്നെ ഗൗതം ചോദിച്ചതുപോലെ പാലയൂർ പള്ളി തന്നെ എന്തുകൊണ്ട് ഇവർ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, അവിടെ സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ അവിടെ എന്തിനു വരുന്നുണ്ട്, ആ പള്ളിയിലായിരുന്നു ആ ദിവസം വരുന്നത്. അത് വളരെ തൊട്ട് മുമ്പാണ് സംഭവം. അതെ, അദ്ദേഹം സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ വരുന്ന ഒരു പള്ളി എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന പള്ളിയായിരിക്കുമല്ലോ. അപ്പൊ അവിടെ ഒരു കുഞ്ഞു പ്രശ്നം നടന്നാൽ പോലും അവിടെ വലിയ ബുദ്ധിമുട്ടും അത് ആളുകളിലേക്ക് എത്തും, മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുമല്ലോ. അങ്ങനെ ഈ പറയുന്ന SI വിജിത്ത് അവിടെ പോയിട്ട് ഇത്തരത്തിൽ സംസാരിക്കുന്നു. പിന്നെ ഈ നക്ഷത്രങ്ങൾ തൂക്കി എറിയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ട്രസ്റ്റി അംഗങ്ങൾ പറയുന്നത്. അപ്പം ഈ SI പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഈ പെർമിഷൻ ഇല്ലാതെ സൗണ്ട് ഉപയോഗിക്കേണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മേലുദ്യോഗസ്ഥർക്ക് പറഞ്ഞിട്ട് ചില വോയിസ് മെസ്സേജുകളൊക്കെ കൈമാറി എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു കൃത്യമായ പ്ലാനിങ്ങിൻ്റെ പുറത്താണോ ഇദ്ദേഹം ചെയ്തത് എന്നാണ്. ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇദ്ദേഹം ലീവ് എടുത്ത് പോവുകയാണോ വേണ്ടത്? സർക്കാർ അപ്പോഴും തഴുകിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഇവിടെ സുരേഷ് ഗോപി കൃത്യമായി ഇദ്ദേഹത്തെ വിളിക്കുന്നു, കേന്ദ്രമന്ത്രി വിളിക്കുമ്പോൾ പെർമിഷൻ എടുത്തില്ലെങ്കിൽ തെറ്റ് തന്നെയല്ലേ? അല്ല, പെർമിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ ബാങ്കുകളിലും എല്ലാ പള്ളികളിലും വാങ്ങി കൊടുക്കുന്നതിന് പെർമിഷൻ എടുക്കുന്നുണ്ടോ? എത്ര ഉച്ചത്തിലാണ് ഇവർ വിളിച്ചു പറയുന്നത്? കോളാമ്പി വെക്കരുതെന്ന് സുപ്രീം കോടതിയുടെ പിന്നെ വിധി ഉണ്ടല്ലോ. ആ വിധി പള്ളികൾക്ക് ബാങ്ക് വിളിക്കുന്നത് മൊത്തം നിയമവിരുദ്ധമാണ്. അല്ല, പള്ളികളിൽ ഈ സാധനം വെക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ കോടതികളിൽ പോയി. അപ്പോൾ ഈ മതപരമായ കാര്യമായതുകൊണ്ട് ചെറിയ ഇളവ് കൊടുത്തു.
ഗാനമേള നടത്തുന്നതിന് വലിയ ഗാനമേളയൊക്കെ നടത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഒരു ഒരു അനുമതി ഗാനം ഉച്ചഭാഷിണിയിലൂടെ പുറത്തു കേൾക്കും. അതിന് ആ ഉച്ചഭാഷിണി അവിടെ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് പ്രത്യേക അനുമതി. എത്ര നേരം ഉണ്ടാവും ഈ കരോൾ ഗാനം? ഒരു 2 മണിക്കൂർ നേരം ഉണ്ടാകും. അപ്പൊ അതിനൊരു പ്രത്യേക അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത്. ഇവിടെ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊരു ക്രിസ്മസ് ദിനമാണ്. ആ ഒരു ദിനത്തിൽ ഇത്തരം രീതിയിലുള്ള ഒരു നടപടികൾക്ക് അല്ലെങ്കിൽ കരോൾ ഗാനം വേണ്ട, അതും ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ അതിന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിൽ സംഭവിക്കും എന്ന് പോലീസ് തിരിച്ചറിയേണ്ടതായിരുന്നു. ഒരു അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫൈൻ ഈടാക്കുക, എന്നിട്ട് നിങ്ങൾ നടത്തിക്കോ തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു നടത്തേണ്ടത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുക, അതായത് ഉദ്ദേശമാണ്, ഒരു ലക്ഷ്യം അത് തന്നെയാണ്. അതായിരുന്നു ലക്ഷ്യം. എന്നിട്ട് സുരേഷ് ഗോപിയെ കൊണ്ട് വിളിപ്പിക്കുക. എന്നിട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ വാങ്ങില്ല. സുരേഷ് ഗോപിയെ വിളിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ ഫോണിൽ സംസാരിക്കാൻ ഈ SI തയ്യാറായില്ല. നോക്കണം, മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ആളാണ് കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത്. ആ ഒരു SI, കേവലം ഒരു SI ഇവിടെ ധാർഷ്ട്യം കാണണം. നമ്മൾ കൊടുത്തില്ല, സംസാരിച്ചില്ല. അതിനുശേഷം സുരേഷ് ഗോപി ഉന്നത പോലീസ് വൃത്തങ്ങളെ വിളിക്കുന്നു, അവർ കോളോട് സംസാരിക്കുന്നു. അപ്പം എന്നിട്ടും എന്ത് ചെയ്തില്ല? അവിടെ പെർമിഷൻ കൊടുത്തിട്ടില്ല. അപ്പം അത് ആരുടെ ഭാഗത്തു നിന്നാണ്? അത് എല്ലാം കൃത്യമായി ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു കോള് പോവാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമോ? ഇല്ല, ഇതെല്ലാം പ്ലാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ SIയെ തഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗവൺമെന്റിന് അധികം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. വലിയ പ്രതിഷേധമായിരുന്നു സഭയ്ക്കുള്ളിൽ. ഇതിൻ്റെ സത്യാവസ്ഥ സഭയ്ക്കുള്ളിലെ ആളുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കി. ഇത് സുരേഷ് ഗോപിക്കിട്ടും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിലെ ആളുകളെ തമ്മിലടിപ്പിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുള്ളൊരു കൃത്യമായ മനസ്സിലാക്കൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പ്രതികരണം വരും എന്ന് കണ്ടപ്പോഴാണ്. സർക്കാരിന്റെ ഉള്ളിൽ വെറുപ്പുണ്ട്, തൃശ്ശൂരിലെ ജനങ്ങളോട് വെറുപ്പുണ്ട്. സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ടല്ലോ. ആ വെറുപ്പ് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം, ജനങ്ങളെ ഉപദ്രവിക്കാം, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹത്തെ. കാരണം ക്രിസ്ത്യാനികളുടെ വലിയൊരു ശതമാനം വോട്ടാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നിന്നടക്കം ലഭിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വെറുപ്പ് ഇത്തരം രീതിയിലൊക്കെ പ്രകടിപ്പിക്കുക. കാരണം പക ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. എപ്പോൾ പണി കൊടുക്കാം അന്നേരം പണി കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകളാണല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതും പാലക്കാട് ഈ VHP വിഷയം വന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ അങ്ങനെ അപ്പോഴല്ലേ ഈ വിഷയം ഉണ്ടാവുന്നത്. അപ്പൊ കൃത്യമാണ് എന്താണ് എന്നുള്ളത് കൃത്യമാണ്. ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെ വലിയ രീതിയിലുള്ളൊരു പിന്തുണ BJP ലഭിക്കുന്നുണ്ട്. അതിനെ ഒന്ന് എന്താ പറയാ, സ്പ്ലിറ്റ് ചെയ്യിക്കുക. ഇവരാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് വരുത്തി തീർക്കുക. പാലക്കാട് മറ്റൊരു സ്കൂളിൽ ഒരു പുൽക്കൂട് അടിച്ച് തകർത്തു. ആരാണ് തകർത്തതെന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. മനസ്സിലാക്കണം, ഇതുവരെ കിട്ടിയിട്ടില്ല. ഫോറൻസിക് വന്നു, എല്ലാരും വന്നു, എന്നിട്ടും ഇതുവരെ ആരാണ് എന്നുള്ളത് BJPയുടെ പേരിലുള്ളത്. ഒരു തെളിവും ഇല്ലാതെ, ഒരു CCTV ദൃശ്യം പോലും ഇല്ലാതെ BJPയുടെ പേരിലാണ്. കാരണം ആ പ്രദേശത്ത് പോലും BJP സ്ട്രോങ് അല്ല. അവിടെ സ്ട്രോങ് ആയി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേറെയാണ്. എന്നിട്ട് BJPയുടെ ഇതെന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പുറത്ത് BJP മുതലെടുത്തു എന്നാണ് ഇവർ കൂടെയുള്ള ആളുകൾക്ക് തോന്നുന്നത്. അതോടുകൂടി ക്രിസ്ത്യൻസ് കുറേ അധികം BJPയുടെ അടുത്തു എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. പാലക്കാട് BJPക്ക് ക്രിസ്ത്യൻ വോട്ട് കിട്ടി എന്ന വിലയിരുത്തലുണ്ട്. പിന്നെ അതെ, അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇവർക്ക് ഭയപ്പാടാണ്. അതിന്റെ ഭാഗമായി ഈ പറയുന്ന പത്തനംതിട്ടയിൽ നടന്ന ആക്രമണത്തിൽ സാമൂഹ്യ വിരുദ്ധരെന്ന് മാത്രമാണ്. ഇന്ന് ഏതെങ്കിലും അതിനുശേഷം ഗൗതം കണ്ടോ ഏതെങ്കിലും ഒരു ചാനലിൽ പത്തനംതിട്ടയിൽ ഈ പാവപ്പെട്ട 10ഓളം വരുന്ന കരോൾ സംഘത്തെ ആക്രമിച്ച് അടിച്ചു, ഒരു പാവപ്പെട്ട സ്ത്രീകൾ അവിടെ കിടന്ന് മക്കളെ ഉപദ്രവിക്കല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് അത് ആരാണ് ചെയ്തത്? ഈ സാമൂഹ്യ വിരുദ്ധരെ തേടി പോയോ? ഈ പറയുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ പോയോ? 2018 സംഭവമല്ലേ പറയുന്നത്? അല്ല, ഇപ്പോ ഈ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് രാത്രിയിൽ കരോൾ സംബന്ധിച്ച വിഷയത്തിൽ അവിടുത്തെ നാട്ടുവാസികളാണ് കമ്പും വടിയൊക്കെ ആയിട്ട് ഈ സംഘത്തെ അടിക്കുകയും പോയത്. പക്ഷേ ഇതിൽ സാമൂഹ്യ വിരുദ്ധരാണ് അറസ്റ്റ് ചെയ്തവരുടെ ഒരു ഡീറ്റെയിൽസും പുറത്തു. 6 പേരെ അന്ന് അറസ്റ്റ് ചെയ്തു. പിന്നീട് ബാക്കിയുള്ളവരെ പിന്നീട് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്തവരുടെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? വലിയ ചർച്ചയായില്ല അത്. അതെ, ഏതോ ചെറിയ 2-3 മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തു. അല്ല, മീഡിയ വൺ ഇതെടുത്ത് ചർച്ച ചെയ്തു. ആദ്യം സത്യം പറയാലോ, മീഡിയ വൺ ഇതെടുത്ത് രാവിലെ മുതൽ മീഡിയ വണ്ണാണ് ഈ വാർത്ത കൊടുത്തത്. കൃത്യമായ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു, അവിടെ ആക്രമിച്ചു. അല്ല, പക്ഷെ വ്യാപകമായ VHP-കാര് ചെറിയ വിഷയത്തിൽ നിങ്ങൾക്കൊന്ന് ശ്രീകൃഷ്ണ ജയന്തി നടത്തിക്കൂടെ എന്ന്
പറഞ്ഞതിനെ ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പോലെ ചർച്ച ചെയ്തു? ചെയ്തില്ല. അല്ല, അത് യഥാർത്ഥത്തിൽ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ല, അതാണല്ലോ അവർ കളിക്കുന്ന രാഷ്ട്രീയം. അപ്പൊ മീഡിയ വൺ ഈ വാർത്ത കൊടുക്കുകയും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും 6 പേരെ അറസ്റ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുകയും അവരുടെ രാഷ്ട്രീയം ചകഞ്ഞു പോയപ്പോൾ ഇതിൽ BJP-ക്കാരും ഇല്ല എന്ന് മനസ്സിലാക്കുകയും സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവരും വാർത്തയിൽ നിന്ന് പതുക്കെ പോയി. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. ആ മീഡിയ വണ്ണിൻ്റെ വാർത്തയ്ക്ക് താഴെ നിരന്തരമായി സുഡാപ്പികൾ പോയിട്ട് എന്താണ് ജയ് ശ്രീറാം, പിന്നെ സംഘിക്ക് കിട്ടിയില്ലേ, സമാധാനമായില്ലേ, ഇനിയും വോട്ട് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇവരുടെ പൊളിറ്റിക്സ് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ഈ പാവപ്പെട്ട സ്ത്രീകളെ ഉൾപ്പെടെയുള്ള 10ഓളം സംഘത്തെ ആക്രമിച്ച പൂട്ടിയിടേണ്ട ഗതികേട് കൊണ്ടുവന്ന് ഇവരെ പറ്റി എന്താ ചർച്ച ചെയ്യാത്ത? ചർച്ച ചെയ്യില്ല. അതാണ് കേരളത്തിലൊരു നെറേഷൻ ഉണ്ടാക്കിയെടുക്കുക, കേരളത്തിൽ ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം തകർക്കുക, BJP-യുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനെയും കള്ള ലേബലിൽ കള്ളത്രം പറഞ്ഞില്ലാതെ, അതായത് നുണപ്രചാരണം നടത്തി ഇല്ലാതാക്കുക എന്ന ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP-യോട് കളിച്ചത് സുരേഷ് ഗോപിയോടായിപ്പോയി. അതുകൊണ്ട് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന് പണി കിട്ടി. ഇപ്പോൾ ലീവ് എടുത്ത് വീട്ടിൽ പോകാൻ ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇനി പക്ഷെ നടപടി എടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി വിട്ടിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് വരെ എന്ത് വരും, ഈ പറയുന്ന കേസിനകത്ത് വിശദീകരണം തേടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷയങ്ങൾ അങ്ങനെ ആവുമ്പോൾ തന്നെ എപ്പോഴാണ് BJP-ക്ക് ഈ ക്രിസ്ത്യൻ സ്നേഹം ഉടലെടുത്ത് തുടങ്ങിയ ചർച്ചകളും വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഓർഗനൈസറിന്റെ ഒരു മാസികയൊക്കെ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓർഗനൈസർ മാസികയിലെ തലക്കെട്ട് എന്ന് പറയുന്നത് ക്രിസ്മസ് ഡിസാസ്ട്രസ് ഫെസ്റ്റിവൽ, ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ക്രിസ്മസ്. അതെങ്ങനെ നമ്മളെ ക്ലൈമറ്റ് ചേഞ്ചിന് വലിയ രീതിയിലുള്ള ഭീഷണിയാകുന്നു, എത്രമാത്രം മരങ്ങൾ കട്ട് ചെയ്യുന്നു തുടങ്ങിയ രീതിയിലൊക്കെ ആ രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണ് ഇതിലെ യഥാർത്ഥ വസ്തുതകൾ, ആർക്കാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളോട് സ്നേഹം. അല്ല, ഈ RSSന്റെ ക്രിസ്ത്യൻ സ്നേഹം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ RSS എന്തുകൊണ്ട് ക്രിസ്ത്യാനികളോട് അടുക്കുന്നു എന്നുള്ള ഒരു വിശദമായ ചർച്ച തന്നെ നമ്മൾ നടത്തേണ്ടി വരും. ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം കാലാകാലങ്ങളായിട്ട് പല ആളുകൾ തമ്മിൽ പല വിഭജനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പൊതു രീതിയിൽ പക്ഷെ ഞാൻ ഓർഗനൈസറിന്റെ ഞാനൊരു കാര്യം പറയട്ടെ, പക്ഷെ ഞാൻ ഓർഗനൈസറിന്റെ ആ ലേഖനത്തെ ഉണ്ടല്ലോ, ആ ലേഖനം ഞാൻ ഇപ്പോൾ അത് ഗൂഗിളിൽ കിട്ടും. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും ഞാൻ അനുകൂലിക്കുന്ന ഒരാളാട്ടോ. അല്ല, അതൊക്കെ അത് താങ്കളുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ഇവിടെയുള്ള പൊതുവായിട്ടുള്ള ചില ശത്രുതാപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതു ഭീഷണികളുണ്ട്. ആ പൊതു ഭീഷണികൾക്കെതിരായിക്കൊണ്ട് നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും, പണ്ടൊക്കെ ശത്രുക്കളായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഒന്നിക്കുന്നുണ്ടല്ലോ, ആ രീതിയിലുള്ള മാറ്റം, സമൂലമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ.